ഭാരതവുമായി ബന്ധപ്പെട്ട് ഈ മദ്യനയം രൂപീകരണത്തിലെ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. UDF ഭരണകാലത്ത് ടൂറിസം സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ എക്സൈസ് സെക്രട്ടറിയും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷമാണ് UDFിന്റെ മദ്യനയത്തിനൊരു തീരുമാനമുണ്ടായിരുന്നത്. ഈ മദ്യവും ടൂറിസവും തമ്മിൽ ഉണ്ടല്ലോ. ടൂറിസം നേരത്തെ വന്ന വാർത്തകൾ എന്താ? ഡ്രൈ ഡേ പിൻവലിക്കാനും ബാർ സമയം നീട്ടാനും ഏറ്റവും ശക്തിയായിട്ട് ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ്. അപ്പോൾ തോമസ് ഐസക് പറഞ്ഞത് ശരിയാണ്. ടൂറിസം മന്ത്രിയുടെ ആവശ്യത്തിനാണ് എക്സൈസ് വകുപ്പ് വഴങ്ങിയത്. ടൂറിസം മന്ത്രി ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനാരുടെ എല്ലാം അംഗീകാരമുണ്ടെന്ന് ഞാൻ പറയാതെ ആളുകൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇങ്ങനെ ഒരു വാഗ്ദാനം ബാർ ഉടമകൾക്ക് കൊടുക്കുമോ? മറ്റേ സാങ്കേതിക കാര്യങ്ങൾ എല്ലാ കാലത്തും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടും ഡ്രൈ ഡേ ഇവിടെ പ്രഖ്യാപിച്ചില്ലേ എക്സൈസ് നയത്തിൽ? അതെന്താ നിങ്ങൾ പരിഗണിക്കാതെ ചോദ്യം ചോദിക്കുന്നത്? ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമാണ്. ഇത് ബാർ ഉടമകളുടെ ആവശ്യത്തെ ടൂറിസം ആവശ്യപ്പെട്ടപ്പോഴാണ് എക്സൈസ് വകുപ്പ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ നിർബന്ധിതരായത്. അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അത് അല്ല, ശശി തരൂർ തന്നെ പറഞ്ഞു. അദ്ദേഹം ഈ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി. എന്ത് നിയമ നടപടി എടുക്കട്ടെ അതിനോട് ഞാൻ സഹകരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ PA എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. നേരത്തെ തന്നെ അദ്ദേഹം PA സ്ഥാനത്ത് നിന്ന് അയാളെ പറഞ്ഞു വിട്ടു. അല്ല, അതിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രവർത്തിച്ച് കുറേ കഴിഞ്ഞ് ആ പത്രത്തിൽ നിന്ന് പോയിട്ട് ആ പത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ പത്ര ഉടമകൾ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കാൻ പറ്റും. അല്ല, ശശി തരൂരിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്ത് നിയമ നടപടി എടുക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ പറഞ്ഞു. പിന്നെ ഇതും കൂടെ അല്ല ഏതാ അല്ല, മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രമാക്കി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ഈ കള്ളക്കടത്തിന് സ്വപ്ന സുരേഷിന് എല്ലാം സഹായം ചെയ്തു കൊടുത്തത്? അതും ഇതും തമ്മിൽ എങ്ങനെ ബന്ധമാപ്പെടും? മുഖ്യമന്ത്രിക്ക് അല്ല, വ്യക്തമായി ഈ സ്വപ്ന സുരേഷ് തന്നെ അതിൽ രണ്ടാം പ്രതിയായി. അല്ല, ഇത് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തോട്ടെ, കസ്റ്റംസ് അയാളെ ജയിലിലടക്കട്ടെ. ശശി തരൂർ അവരെ സഹായിക്കാൻ പോയോ? മാർസിറ്റ് അല്ല, അറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് കസ്റ്റംസിലേക്ക് വിളിച്ചല്ലോ, എയർപോർട്ടിൽ വിളിച്ചല്ലോ. നിങ്ങൾ ശശി തരൂരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കൂടി യോജിപ്പിക്കാനൊന്നും നോക്കണ്ട. അതൊന്നും വിലപ്പോകുന്ന നിങ്ങളുടെ ചോദ്യങ്ങളല്ല. അല്ല, യുക്തി വളരെ യുക്തിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് ആരോപണം വന്നു. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ശശി തരൂർ മറുപടി പറഞ്ഞു. ശശി തരൂർ പറഞ്ഞു അയാളിപ്പോൾ എൻ്റെ PA അല്ല, അയാൾ ചെയ്തതിന് ശിക്ഷ അയാൾക്ക് തന്നെ കൊടുക്കണം. ഞാൻ ഏത് അന്വേഷണവുമായി സഹകരിക്കും. മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയും ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ സ്വപ്ന സുരേഷിന് എംബസിയിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ അല്ലല്ല അവർക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ അവർക്ക് ജോലി കൊടുക്കുകയും ഒക്കെ ചെയ്ത ശേഷം കേന്ദ്ര ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അവരെ കേസിൽ പ്രതിയാക്കിയതും ശശി തരൂരിൻ്റെ മുൻ PA അയാൾ രണ്ടും കൂടെ യോജിപ്പിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യമുണ്ടല്ലോ, അതിനു മുമ്പിൽ തലകുനിക്കാൻ മാത്രമേ സാധിക്കൂ.